ചോളമുണ്ടയിൽ പട്ടാപ്പകൽ പശുവിനെ കൊന്ന നരഭോജി കടുവയെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കുവാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തമ്മിൽ തർക്കം. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പടുക്ക ഡെപ്യൂട്ടി റേഞ്ചറെ ഉപരോധിച്ചു. കടുവയെ പിടികൂടുവാൻ നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷനുകൾ തമ്മിൽ തർക്കത്തിലാണ്. പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലായിട്ടും നിലമ്പൂർ MLA സന്ദർശിക്കുവാൻ പോലും തയ്യാറായിട്ടില്ല. കടുവയിറങ്ങിയ വനം നിലമ്പൂർ സൌത്ത് ഡിവിഷനും പശുവിനെ ആക്രമിച്ചത് നോർത്ത് ഡിവിഷൻ ഏരിയയും ആണെന്നുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം. തിങ്കൾ വൈകിട്ട് 5-നാണ് കടുവ പശുവിനെ ഉടമയായ പൊറ്റയിൽ മൂസയുടെ കൺമുൻപിലിട്ട് പിടിച്ചത്. 5 ദിവസം പിന്നിട്ടിട്ടും നരഭോജി കടുവയെ പിടികൂടുവാൻ വനംവകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പ്രദേശത്ത് ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ ഭയമാണ്. റബ്ബർ ടാപ്പിംഗ് പൂർണ്ണമായും നിലച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനാസ്ഥ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിലെ വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാകെ തന്നെ നീണ്ടകാലമായി ആനയും പുലിയും പന്നിയും മയിലും കുരങ്ങും ഉൾപ്പെടെയുള്ള എല്ലാ വന്യമൃഗശല്യവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചോളമുണ്ടയിൽ മൂസ എന്ന് പറയുന്ന ക്ഷീരകർഷകൻ്റെ പശുക്കൂട്ടത്തിനിടയിൽ നിന്ന് പട്ടാപ്പകലാണ് കടുവ ഒരു പശുവിനെ പിടിച്ച് കൊന്നിട്ടുള്ളത്. ഇപ്പോൾ 4 ദിവസമായി, തിങ്കളാഴ്ച നടന്ന സംഭവമാണിത്. ആ തിങ്കളാഴ്ച നടന്ന സംഭവത്തിന് ശേഷം 4 ദിവസമായിട്ടും വനം വകുപ്പ് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇവിടെ MLA ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ആ ഒരു ലക്ഷക്കണക്കിന് ഉറുപ്പിക വിലയുള്ള ഒരു പശു ഫാം, അതിലൊരു പശു നഷ്ടപ്പെട്ടിട്ട് വനം വകുപ്പിന് ഒരു മറുപടി പോലും പറയാൻ സാധിച്ചിട്ടില്ല. ക്യാമറ സ്ഥാപിച്ചത് ശരിയായ വിധം നിരീക്ഷിക്കുന്നില്ല. കൂട് സ്ഥാപിച്ചുകൊണ്ട് ഈ നരഭോജിയായ കടുവയെ പിടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡെപ്യൂട്ടി റേഞ്ചറോട് സംസാരിച്ചിട്ടുണ്ട്. നോർത്ത് സൗത്തിൻ്റെ തർക്കത്തിലാണ് അവർ. DFOമാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, MLA വന്നിട്ടില്ല. ഇന്നത്തെ ഒരു സമയം കൂടിയാണ് വനംവകുപ്പിന് മുമ്പിൽ ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഇന്ന് അതിനൊരു തീരുമാനങ്ങൾ, കൂട് സ്ഥാപിക്കൽ, പിടിക്കൽ, അതിൻ്റെ മറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ ഈ ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസ് ഈ കർഷകരെ വെച്ച് ഉപരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ കാര്യം വനംവകുപ്പിൻ്റെയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് AT റെജി, ഏരിയ സെക്രട്ടറി VK ഷാനവാസ്, മൂത്തേടം വില്ലേജ് സെക്രട്ടറി CA ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം അഖില ദിനേശ്, CPIM മൂത്തേടം ലോക്കൽ സെക്രട്ടറി പനോലൻ ബഷീർ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് JM ഷബീബ്, മേഖലാ സെക്രട്ടറി VY ജംഷീർ എന്നിവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.